അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ മാവ കരച്ച് വെച്ചിട്ടുണ്ടേനെ, അതൊന്ന് പൊന്തി വന്ന് പിന്നെ താന്ന് പോയിട്ടുണ്ടേനെ. എന്താ നിങ്ങൾക്ക് അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്ന് ഞാൻ ഒരു പച്ച കളറിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടില്ല എല്ലാ മല്ലിച്ചപ്പൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി അതിലേക്കുള്ള സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ എപ്പോഴും രതീഷണ്ണൻ ഉറങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് സവാളയും തക്കാളിയും പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ അത് ഞാൻ പറ്റ ചെറുതാക്കിയൊന്നുമല്ല, ഒരു മട്ടത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എങ്ങനെയായാലും ഒന്ന് വാടി കിട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ പച്ചമുളക് 3 ചേർത്തത്. ഇതൊരുമില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കളർ ഉണ്ടായിക്കോട്ടെ ചേർത്ത് കൊടുത്തേണേ. പിന്നെ ഒരു 3-4 അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടുണ്ടേനെ. ഇന്ന് നമ്മുടെ കഥാനായകൻ രാവിലെ തന്നെ ഉണർന്ന് വന്നിക്കണേ. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ സമയമായിക്കണ്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകത്തിൻ്റെ പൊടിയും ആണ് ചേർക്കണേ കേട്ടോ. പിന്നെ മല്ലിയിലല്ലേ ഉള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. മല്ലിയില മാത്രമേ ഉള്ളൂ അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ചട്ടി വെച്ചിട്ട് ആ അരച്ചെടുത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ സെനക്കൂട്ടനെ ഞാൻ ഒരു വിധത്തിൽ പോയിട്ട് കടത്തി ഉറക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേങ്കിൽ ഇന്നാൾ വലിയ എന്താ പറയുക, ഭയങ്കര ഇതിലാണ് കേട്ടോ. തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ടായിന്. പിന്നെ ഓനൊക്കത്ത് വെച്ചിട്ടായി ബാക്കിയുള്ള പണികൾ. പിന്നെ ഓൻ്റെത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് മാത്രം സമയം നമുക്കില്ലല്ലോ. അപ്പം മറ്റവർക്ക് പോകാനാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുട്ട ഒന്ന് എണ്ണയിലിട്ട് മസാല ഒന്നും ചേർത്തൊന്ന് വയറ്റിയൊന്നും എടുക്കാഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കൂടി ഒക്കത്തേക്ക് ഇരുന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ട് കടന്നിട്ടുണ്ടായിന് കേട്ടോ. ഒരു സാധനം വിട്ടല്ലോ. അതിലുണ്ട് ഹാദ വരുമ്പോ എന്താണ് വരേണ്ടത്? നീയക്കുട്ടിക്ക് ഇന്ന് എക്സാം ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ